ഹലോ നമസ്കാരം, വെൽക്കം ടു ടേസ്റ്റി ക്യൂൻസ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ റെസിപ്പി വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാവുന്ന ഒരു സ്നാക്കാണ്. അതായത് നോമ്പുതുറ സമയത്തൊക്കെ നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാവുന്ന ഒരു സ്നാക്കാണ് നമ്മൾ ചെയ്യാൻ പോണത്. പൊട്ടറ്റോ ചീസ് ബോൾ. നമുക്ക് ഒരുപാട് ടൈമൊന്നും കുക്കിങ്ങിന് നിൽക്കാതെ പെട്ടെന്ന് ചെയ്തെടുക്കാവുന്ന ഒരു ഈസി സ്നാക്കാണിത്. അപ്പോൾ അതിൻ്റെ പ്രിപ്പറേഷൻസ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. പൊട്ടറ്റോ ചീസ് ബോൾ ഉണ്ടാക്കാനായിട്ട് രണ്ട് മീഡിയം സൈസ് പൊട്ടറ്റോ നന്നായി വേവിച്ച് ഉടച്ചു വെച്ചതാണിത്. അതായത് നമ്മൾ കട്ട്ലറ്റിനൊക്കെ സാധാരണ ചെയ്യണത് പോലെ നന്നായി ബോയിൽ ചെയ്തിട്ട് ഉടച്ചു വെച്ച പൊട്ടറ്റോ ആണിത്. പക്ഷെ ഒരുപാട് വെന്ത് വെള്ളം കയറിയ പോലെ ആവരുത്, കുറച്ച് ടൈറ്റ് ആയിരിക്കണം. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് ഫ്രഷ് വെജിറ്റബിൾസ് ആണ്. അതായത് നല്ല ഫൈനായിട്ട് ചോപ്പ് ചെയ്ത ക്യാരറ്റ്, ഒണിയൻ, ഒരു കളർഡ് ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട് ഞാൻ, പിന്നെ മല്ലിയില. പിന്നെ നമുക്ക് വേണ്ടത് ഒരു 3 ടേബിൾ സ്പൂൺ ചേദർ ചീസ്, പിന്നെ ഗാർലിക് പൗഡർ. ഇപ്പോൾ ഗാർലിക് പൗഡർ കയ്യിലില്ലാത്തവർ ഫ്രഷ് ഗാർലിക് ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഗ്രേറ്റ് ചെയ്തിട്ടോ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാം. പിന്നെ നമുക്ക് വേണ്ടത് ക്രഷ്ഡ് ചില്ലി, ഒരു 1 ടേബിൾ സ്പൂൺ ക്രഷ്ഡ് ചില്ലി എടുത്തിട്ടുണ്ട് ഞാൻ. അതായത് വറ്റൽമുളക് ചതച്ചതാണ്. അത് എരിവിനനുസരിച്ച് നിങ്ങൾക്ക് അതിൻ്റെ അളവ് വ്യത്യാസപ്പെടുത്താം. പിന്നെ വേണ്ടത് ഒറിഗാനോ, അതൊരു ഫ്ലേവറിന് വേണ്ടി ചേർക്കുന്നതാണ്, വളരെ കുറച്ച് ചേർത്താൽ മതി. പിന്നെ വേണ്ടത് ആവശ്യത്തിന് ഉപ്പ്. പിന്നെ നമുക്ക് വേണ്ടത് ഇതിൻ്റെ ഫില്ലിങ്ങിന് വേണ്ടിയുള്ള ചീസാണ്. ഞാൻ മോസറല്ല ചീസാണ് എടുത്തിട്ടുള്ളത്. ചീസ് ക്യൂബ് ഉണ്ടെങ്കിൽ അതെടുക്കാം. ഞാനിപ്പോൾ ഗ്രേറ്റഡ് മോസറല്ല ചീസാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ആവശ്യമുള്ളത് ഈ പൊട്ടറ്റോ ചീസ് ബോൾസ് ഫ്രൈ ചെയ്തെടുക്കാനുള്ള ഇൻഗ്രീഡിയൻസ് ആണ്. അപ്പോൾ അതിന് നമുക്ക് ആദ്യം ഒരു ബാറ്റർ റെഡിയാക്കണം. ഇതൊരു 3 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും 3 ടേബിൾ സ്പൂൺ മൈദയും കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഒരു ബാറ്ററാണ്. അപ്പോൾ ഇതിലാണ് നമ്മൾ ചീസ് ബോൾസ് ഡിപ്പ് ചെയ്യണത്. അപ്പോൾ ഇതിന് പകരം എഗ്ഗ് യൂസ് ചെയ്യേണ്ടവർക്ക് എഗ്ഗ് യൂസ് ചെയ്യാം. ഒരു 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും 1 ടേബിൾ സ്പൂൺ മൈദയും കൂടി ഞാനിവിടെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ആദ്യം ആ ചീസ് ബോൾസ് ഇതിലൊന്ന് റോൾ ചെയ്തിട്ടാണ് ബാറ്ററിൽ ഡിപ്പ് ചെയ്യണത്. ആ ബൈൻഡിങ് ഒന്ന് ടൈറ്റ് ആവാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യണത്. പിന്നെ വേണ്ടത് ബ്രെഡ് ക്രംസ്. ഞാനിവിടെ ഒരു മിക്സിംഗ് ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഈ എടുത്ത് വെച്ചിരിക്കുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും ഓരോന്നോരോന്നായി ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കണം. ആദ്യം പൊട്ടറ്റോ ചേർത്ത് കൊടുക്കണം. അടുത്ത് നമുക്ക് കട്ട് ചെയ്ത് വെച്ച് വെജിറ്റബിൾസ് ഓരോന്ന് ഇട്ട് കൊടുക്കാം. വെജിറ്റബിൾസ് നമുക്ക് ഇഷ്ടമുള്ളത് ആഡ് ചെയ്യാം, പക്ഷേ ചെറുതായി ചോപ്പ് ചെയ്തിട്ട് വേണം ഇത് ഇട്ട് കൊടുക്കാനായിട്ട്. വെജിറ്റബിൾസ് എല്ലാം ചേർക്കുമ്പോൾ ഇതിനൊരു കഴിക്കുമ്പോൾ നല്ലൊരു ക്രഞ്ചി ഫീലിംഗ് ആയിരിക്കും, നല്ല ടേസ്റ്റ് ആയിരിക്കും കഴിക്കാനായിട്ട്. ഇതിലേക്ക് ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ ഗ്രീൻ ചില്ലിയൊക്കെ ഇടണമെന്ന് താല്പര്യമുള്ളവർക്ക് ചെറുതായി ചോപ്പ് ചെയ്തിട്ട് അതൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. ഒറിഗാനോ, ഗാർലിക് പൗഡർ, സോൾട്ട്. ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ഉപ്പും ഇതിൻ്റെ എരിവും ഇതെല്ലാം കറക്റ്റാണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ ഇവിടെ ഞാൻ പൊട്ടറ്റോയും വെജിറ്റബിൾസ് എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ തന്നെ നല്ല കളർഫുള്ളായിട്ടുണ്ട് ഇത്. അപ്പോൾ അതിൻ്റെ ഉപ്പൊക്കെ ചെക്ക് ചെയ്ത് കഴിഞ്ഞു. ഇനി ഞാനിതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ ചേദർ ചീസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതൊന്നുകൂടി മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇവിടെ പൊട്ടറ്റോയുടെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഇത് ഈ മിക്സ് റെഡിയാക്കി കഴിഞ്ഞാൽ അതൊന്ന് പിടിക്കാൻ പറ്റുന്ന, ബോളാക്കി പിടിക്കാൻ പറ്റുന്ന ഒരു ഫോമിലായിരിക്കണം. അതല്ല കുറച്ച് ലൂസായിട്ടൊക്കെ തോന്നുകയാണെങ്കിൽ, പൊട്ടറ്റോ നന്നായിട്ട് വെന്ത് ഉടഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് വെള്ളം പോലെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് ബ്രെഡ് ക്രംസോ അല്ലെങ്കിൽ കോൺഫ്ലോറോ ചേർത്തിട്ട് ഇതൊന്ന് ടൈറ്റാക്കി എടുക്കണം. അല്ലെങ്കിൽ നമ്മളിതിൽ ചീസൊക്കെ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ചീസൊക്കെ പുറത്തോട്ട് വരും. പിന്നെ നമുക്കിത് ഓരോരോ ബോൾസ് ആക്കി എടുക്കാം. പൊട്ടറ്റോ ഓരോ ബോൾസ് ആക്കിയിട്ട് നമ്മൾ അതിനുള്ളിലേക്ക് ഈ മോസറല്ല ചീസ് ഫില്ല് ചെയ്ത് കൊടുക്കാം. ചീസ് ക്യൂബ് ഉണ്ടെങ്കിൽ അതായിരിക്കും കുറച്ചും കൂടിയും ഈസി ചെയ്യാനായിട്ട്. ഇത് ഇങ്ങനത്തെ ഗ്രേറ്റഡ് ചീസ് വെച്ചാലും കുഴപ്പമൊന്നുമില്ല. ഇങ്ങനെ ഉള്ളിലോട്ട് വെച്ചിട്ട് നന്നായി കവർ ചെയ്തെടുക്കുക. ക്രാക്ക് വീഴരുത്, നന്നായി കവർ ചെയ്തെടുത്തിട്ട് ബോൾസ് ആക്കിയിട്ട് നന്നായി റോൾ ചെയ്തെടുക്കുക. നല്ല ബോളാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ നമ്മൾ കോൺഫ്ലോറും മൈദയും കൂടി ഒരു മിക്സ് ആക്കി വെച്ചിട്ടുണ്ട്. അതിലൊന്ന് ജസ്റ്റ് റോൾ ചെയ്തെടുക്കുക. അപ്പോൾ ഈ കോട്ടിങ് ഒന്ന് ടൈറ്റായി നിൽക്കും. ഇവിടെ ഒരു പൊട്ടറ്റോ ബോൾ ഞാൻ ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട്. ഇങ്ങനെ ഓരോന്നും ബോൾസ് ആക്കിയിട്ട് മാറ്റി വെച്ചിട്ട് നമുക്ക് ലാസ്റ്റ് ബാറ്ററിൽ മുക്കി ബ്രെഡ് ക്രംസിലും റോൾ ചെയ്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം.
പൊട്ടറ്റോ ചീസ് ബോൾസ് എല്ലാം ഞാനിവിടെ മൈദയും കോൺഫ്ലോറും കൂടിയുള്ള മിക്സിൽ റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഓരോന്ന് നമുക്ക് ആ ബാറ്ററിൽ ഡിപ്പ് ചെയ്തിട്ട് ബ്രെഡ് ക്രംസിൽ റോൾ ചെയ്തെടുക്കണം. ഇപ്പോൾ ചീസ് ബോൾസ് നമുക്ക് ഓരോന്നായിട്ട് ബാറ്ററിൽ ഡിപ്പ് ചെയ്തെടുക്കാം. ബ്രെഡ് ക്രംസിൽ റോൾ ചെയ്തെടുക്കാം. ചീസ് ബോൾസ് എല്ലാം ഇവിടെ ബ്രെഡ് ക്രംസിൽ റോൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഡയറക്റ്റ് ഇത് ഫ്രൈ ചെയ്തെടുക്കാം. ചീസ് ബോൾസ് ഫ്രൈ ചെയ്യാനായിട്ട് ഇവിടെ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. എണ്ണ നന്നായിട്ട് ചൂടായി കഴിഞ്ഞാൽ ഇതിൻ്റെ ഫ്ലെയിം കുറച്ച് കുറയ്ക്കണം. മീഡിയം ഫ്ലെയിമിൽ വേണം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാൻ. ഓരോരോ ബോൾസായിട്ട് ഇതിനകത്തോട്ടിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. പൊട്ടറ്റോ ചീസ് ബോൾസ് എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ പുറം ഭാഗം നല്ല ക്രിസ്പി ആയിരിക്കും. ഉള്ളിൽ നല്ല ചീസൊക്കെ മെൽറ്റായിട്ട് നല്ലൊരു അടിപൊളി സ്നാക്കാണ്. കുട്ടികൾക്കൊക്കെ പ്രത്യേകിച്ച് ഇഷ്ടപ്പെടും. കാരണം ഉള്ളിൽ ചീസൊക്കെ ഇങ്ങനെ വലിഞ്ഞ് കാണുമ്പോൾ അവർക്ക് നല്ല ഇഷ്ടമായിരിക്കും കഴിക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്നതാണ്. ഒരുപാട് ടൈമൊന്നും നമുക്ക് ഇങ്ങനെ കുക്കിങ്ങിന് നിൽക്കേണ്ട ആവശ്യമില്ല. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഇതിൻ്റെ ചീസ് മെൽറ്റ് ഞാൻ കാണിച്ചു തരാം. കണ്ട ചീസ് ഇങ്ങനെ വലിഞ്ഞ് വരുന്നത്. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ പിള്ളേർക്ക് കഴിക്കാനൊക്കെ നല്ല ഇഷ്ടമായിരിക്കും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വളരെ ഈസിയായി തയ്യാറാക്കിയെടുത്ത ഈ പൊട്ടറ്റോ ചീസ് ബോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇവിടെ കുക്കിങ്ങിനായിട്ട് നമ്മൾ ഒരുപാട് ടൈമൊന്നും എടുത്തിട്ടില്ല. പിന്നെ ഇതിൽ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ആ ബോൾസ് ഉണ്ടാക്കുമ്പോൾ എപ്പോഴും പെർഫെക്റ്റ് ആയിരിക്കണം. അതിൽ ക്രാക്ക് വീണാൽ അതിനുള്ളിൽ നമ്മൾ ഫില്ല് ചെയ്ത ചീസ് എല്ലാം പുറത്തോട്ട് വരും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അഭിപ്രായങ്ങൾ പറയുക. വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ് ടേസ്റ്റി ക്യൂൻസ്.